കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടത്? വേണ്ടത് പറയാം. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞിട്ടാ തന്നെ തട്ടിക്കൊണ്ടുവന്നത്. എന്തിന്? ആദിത്യന് തന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് താല്പര്യമില്ലെങ്കിലോ? ഇങ്ങനെ കൈയും കാലും കെട്ടിയിട്ട് തട്ടിക്കൊണ്ട് വന്നിട്ടാണോ സംസാരിക്കുന്നത്? പിന്നെ മര്യാദയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാ? എനിക്ക് അയാളോട് സംസാരിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അങ്ങനെ താ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് ജനാധിപത്യ രാഷ്ട്ര. ഇവിടെ പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ട്. ഞാനും താനൊക്കെ അത് പാലിച്ചേ പറ്റൂ. താൻ ആദിത്യനെ തെറ്റിദ്ധരിച്ചോളൂ, ഇഷ്ടം പോലെ തള്ളി പറഞ്ഞോളൂ. പക്ഷെ അയാൾക്ക് പറയാനുള്ളത് കൂടി താൻ കേട്ടേ പറ്റൂ. എന്താ ഇയാൾക്ക് പറയാനുള്ളത്? ഇയാൾ നിരപരാധിയാണെന്നോ? എന്താ ആ സത്യം ഇയാൾക്ക് പറഞ്ഞൂടെ? അത് സത്യമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരും പറയണ്ട. സാമാന്യ ബോധമുള്ളവർക്കത് മനസ്സിലാവും. തനിക്ക് സാമാന്യ ബോധം ഇല്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ബോധം അളക്കാൻ നിങ്ങൾ ആരാ? വാദപ്രതിവാദം നടത്താനും വാദിച്ചു ജയിക്കാനും അല്ല ഞാൻ വന്നത്. കോമൺ സെൻസെങ്കിലും ഉണ്ടോ തനിക്കിന്ന് പരിശോധിക്കാനാ. അതുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എങ്ങനെ? ആരോ പറഞ്ഞൊരു ലോജിക്കും ഇല്ലാത്ത കഥ വിശ്വസിച്ചതോ? ഇത്രയും കാലം സ്വന്തം കാര്യം പോലും മറന്ന് തന്നെ സ്നേഹിക്കുന്നുവെന്ന് അന്ധമായി വിശ്വസിച്ച് തന്റെ പിന്നാലെ ഒലിപ്പിച്ച് നടന്ന ഈ മണ്ടനെ ആരോ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയ കഥ കേട്ട് തള്ളി പറഞ്ഞതോ? ആരോ പറഞ്ഞ കഥയാണെങ്കിൽ ആ കഥ കള്ളമാണെന്ന് ഇയാൾ തെളിയിക്കട്ടെ. എന്റെ 2 ചോദ്യങ്ങൾക്ക് ഇയാള് മറുപടി പറയട്ടെ. ഇയാള് നിരപരാധിയാണെന്ന് ഇയാള് തന്നെ തെളിയിക്കട്ടെ. ഞാനിന്ന് മരിക്കാൻ പോയപ്പോ കൃത്യമായിട്ട് ഇയാൾ എങ്ങനെയാ റെയിൽവേ ട്രാക്കിലെത്തി? എന്റെ വയറ്റിൽ കിടക്കുന്നത് ആരെന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും ഇല്ലാത്ത സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഇയാൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു? ഇതിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇയാളെ വിശ്വസിക്കും? എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എന്റെ കൺമുന്നിൽ വരാൻ ഇയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഇയാളെ വിശ്വസിക്കാം. അല്ലാതെ ഇല്ലാത്ത കഥ വിശ്വസിപ്പിക്കാൻ ഗുണ്ടകളെ വെച്ച് എന്നെ തട്ടിക്കൊണ്ടു വരുന്നതല്ല ആണത്വം. നാണമില്ലേ നിങ്ങൾക്ക് എങ്ങനെ തരം താഴെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇങ്ങനെ ഒരു ഷോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാ ഞാൻ നിങ്ങളെ കണ്ണുടച്ച് വിശ്വസിക്കുന്നു? ഇന്നലെ ഓണം ചെയ്ത പാവങ്ങളൊക്കെ പുറത്ത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരിക്കൽ ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതിന്റെ 1000 ഇരട്ടി ഞാൻ നിങ്ങളെ വെറുക്കുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യം എന്നൊരാൾ ഇല്ല. ദയവ് ചെയ്ത് എന്റെ കൺമുന്നിൽ വരാതിരിക്കാനുള്ള കരുണയെങ്കിലും എന്നോട് കാണിച്ചൂടെ? ആ നശിച്ച ഓർമ്മകളും കൊണ്ട് എന്തിനാ വീണ്ടും എന്റെ നെഞ്ചിൽ കനല് കോരിയിടാൻ വരുന്നേ? ജീവിച്ചോട്ടെ, എല്ലാം മറന്ന് എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോട്ടെ. ഉപദ്രവിക്കരുത്. ഇനി ഒരിക്കലും ഈ മുഖം എനിക്ക് കാണാനിടയാക്കരുത്. ആജ്ഞയല്ല, അപേക്ഷയാ. എല്ലാം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ അപേക്ഷ. പ്ലീസ്.
ഏയ്, പോകാൻ വരട്ടെ. എന്താ നിങ്ങക്ക് വേണ്ടത്? എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? ഈസ്റ്റർ പനച്ചിക്കാട്. നിന്നെ പോലൊരു പെണ്ണ്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഈ ആക്രമണത്തിന് കൂട്ടു നിൽക്കുമായിരുന്നില്ല. നീ എന്തറിഞ്ഞിട്ടാ ആ ലൂയിസിനെ നമ്പടിയും വിശ്വസിച്ചത്? തിരിച്ച് ഞാൻ ചോദിച്ചാ നിനക്ക് മറുപടി ഉണ്ടോ? നീ എന്തറിഞ്ഞിട്ടാ ഇയാളെ വിശ്വസിച്ചത്? എനിക്ക് മനുഷ്യനെ മനസ്സിലാവുന്നതുകൊണ്ട്. എന്ത് മനസ്സിലായിന്ന് പറയേ. മനസ്സിലാക്കാൻ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതാണോ തന്റെ പ്രശ്നം? ഒരാണും പെണ്ണും തമ്മിൽ ഒരു ബന്ധമല്ല ഉള്ളതെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചല്ലേ? അതറിയാതെ പോയതുകൊണ്ടാണല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആയത്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ വച്ചേ. കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കാനില്ല. എനിക്ക് നേരെന്ന് തോന്നിയത് തന്നെയാ ഞാൻ വിശ്വസിച്ചത്. എന്ത്? ഷാനുവിനെ കൊന്നത് ആദിത്യനാണെന്നോ? ഓ, കഥയെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? ആരോടെങ്കിലും പറയുമ്പോഴല്ലേ മനസ്സിന്റെ ഭാരം ഒഴിയൂ. എന്ത് ഭാരം? മുഴുവൻ ഭാരം എന്റെ മനസ്സിലല്ലേ? അത് സ്വയം വരുത്തി വെച്ചതല്ലേ? താൻ ആദ്യോട് ചോദിച്ച പോലെയുള്ള 2 ചോദ്യങ്ങൾ ഞാൻ തന്നോട് തിരിച്ചു വയ്ക്കട്ടെ. ഇത്രയും കാലം കൂടെ നടന്ന ആദ്യത്തിനേക്കാൾ വിശ്വാസം തനിക്ക് അവരോട് തോന്നാൻ കാര്യം എന്താ? ഒരു കിടക്കയിൽ കിടക്കുമ്പോഴും തന്റെ കൈവിരൽ തുമ്പിൽ പോലും തൊട്ട് കളങ്കപ്പെടുത്താത്ത ഈ പാവം ഒരു കൊലയാളിയാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാ താൻ പ്രഖ്യാപിച്ചത്? ഇയാളെ പോലെയല്ല. ചോദ്യങ്ങൾക്ക് എന്റെ കയ്യിൽ മറുപടി ഉണ്ട്. ലൂയിസ് അങ്കിളിനെ നമ്മുടെ അങ്കിളിനെ ഞാൻ വിശ്വസിച്ചത് അവരുടെ ഭാഗത്ത് 100% ന്യായം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാ. എന്ത് ന്യായം? അവർ ഇയാളോട് പ്രതികാരം ചെയ്തതേ ഷാനുവിന് വേണ്ടിയല്ല, അവരുടെ സെബാന് വേണ്ടിയാ. അതൊരു ന്യായമല്ലേ? പിന്നെ നിന്റെ രണ്ടാമത്തെ ചോദ്യം, കൂടെ കിടക്കുമ്പോ പോലും കൈവിരൽ തുമ്പ് തൊട്ടുപോലും കളങ്കപ്പെടുത്താത്ത ആദിത്യന്റെ മാന്യത, മഹാമനസ്കത, അത് ഇയാളുടെ മിടുക്കല്ല. മാനം വിൽക്കുന്ന പെണ്ണല്ലെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് കാത്തിരുന്ന വിശ്വാസം പിടിച്ചു പറ്റി കീഴടക്കാം എന്നുള്ള തെറ്റിദ്ധാരണ ഇയാൾക്കുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അയാൾ പറയട്ടെ എന്റെ ആർഗ്യുമെന്റ്സ് തെറ്റാണെന്ന്. ഞാൻ ഈ പറയുന്നൊക്കെ കള്ളാണെന്ന് സ്ഥാപിക്കാൻ എന്തെങ്കിലും തെളിവ് ഇയാളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്റെ മനസ്സ്. നീ അത് കാണാതെ പോയത് എന്റെ കുറ്റമല്ലല്ലോ പൂജ. നിങ്ങൾ രണ്ടുപേരുടെ അത്രയും വിശാലമായ കാഴ്ചപ്പാടും പ്രണയത്തെക്കുറിച്ചുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. താൻ മനഃപൂർവ്വം ഇയാളെ ഒഴിവാക്കുന്നതാ. അങ്ങനൊരു തോന്നൽ ഉള്ളിലുണ്ടായ പിന്നെ അത് സാധിച്ചെടുക്കാൻ ഏത് വഴിയും സ്വീകരിക്കും.